പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് വലിയ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടി കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷകളിൽ നിങ്ങൾ കാണിക്കുന്ന എല്ലാ കൂട്ടായ്മകൾക്കും നന്ദി പറയുന്നു. ആമേൻ. ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതു വിഷയമായിട്ടാണോ ആയിരിക്കുന്നത്, ആ വിഷയത്തിൽ നിന്നും മറുപടി തരുവാൻ എൻ്റെ ദൈവം ശക്തനായ ദൈവമാണ്. എങ്ങനെയാണ് നമ്മൾക്ക് പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടുക എന്നൊരു ശക്തമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജാണ് ദൈവാത്മാവ് എനിക്ക് നൽകി തന്നിരിക്കുന്നത്. ആ ദൈവം തന്ന സന്ദേശത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥന വേണ്ടവരൊക്കെ നിങ്ങളായിരിക്കുന്നത് എവിടെയാണ്? ഒരുപക്ഷെ ഭവനങ്ങളിലായിരിക്കാം, ഓഫീസുകളിലായിരിക്കാം, യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം യേശുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ പറ്റുമോ? ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ ആവശ്യബോധത്തോടു കൂടി ആരൊക്കെ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടോ, അവർക്ക് അവർ നോക്കിയ, പ്രാർത്ഥിച്ച, കരഞ്ഞ വിഷയങ്ങൾക്ക് മറുപടി ദൈവം കൊടുത്തിട്ടുണ്ട്. ഇന്ന് നിങ്ങളോടുള്ള പ്രവചന ശബ്ദം, ചിലരോടുള്ള ആഴമേറിയ ആമേൻ ദൈവാത്മാവ് സംസാരിക്കുന്ന വേർഡ് ഇതാണ്: നിങ്ങൾ കരഞ്ഞതും മടുത്തുപോയതുമായ വിഷയങ്ങൾക്ക് നിങ്ങൾ അക്ഷരികമാകുന്ന ദൈവപ്രവൃത്തി കാണാൻ വേണ്ടി പോകുകയാണ്. ആർക്കാണ് ആ വേർഡ് വേണ്ടത്? പ്രാർത്ഥനയോടുകൂടി ആ വേർഡിനെ നിങ്ങൾ സ്വീകരിച്ചോ. ഇതേ വേർഡ് നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥിച്ച് മറന്നുപോയ വിഷയങ്ങളുണ്ടല്ലോ, അതിൻ്റെ മേൽ സർപ്രൈസായ ഒരു ദൈവപ്രവൃത്തി ഈ സീസണിൽ ചിലരുടെ മേൽ കാണും. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കുകയാണ്. അക്ഷരികമായി ചിലർ കാണുവാൻ വേണ്ടി പോകുകയാണ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥനായ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. കർത്താവേ, ഇന്ന് ഈ വിടുതലിൻ ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന ഈ സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അവരോട് ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. ആമേൻ. ശിവന്റെ നാമത്തിൽ നാളുകളായി കുടുങ്ങിക്കിടക്കുന്ന ചില വിഷയമുണ്ട്. എന്തുകൊണ്ട് മറുപടി കിട്ടുന്നില്ല, പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ കാണുന്നവരുണ്ട്. അവരുടെ മേൽ ഒരു പെട്ടെന്നുള്ള ഒരു ഡിവൈൻ ആക്സിലറേഷൻ വെളിപ്പെടേണ്ടതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. അങ്ങനെ തന്നെ ദൈവാത്മാവെന്ന് ചിലരോട് സംസാരിക്കുന്നു. ആമേൻ. മടുത്തുപോയ വിഷയത്തിന്റെ മേൽ ഒരു ദൈവിക സ്പീഡ്, ഒരു ഡിവൈൻ ആക്സിലറേഷൻ യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുകയാണ്. സംഭവിക്കട്ടെ യേശുവേ, സംഭവിക്കട്ടെ യേശുവേ. ഈ വർഷങ്ങളായി കിടക്കുന്ന രോഗത്തെ യേശു സൗഖ്യമാക്കുന്നു. ആമേൻ. 2-3 പദങ്ങളാണ് ദൈവവചനത്തിൽ നിന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവാത്മാവ് നൽകിത്തരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഏകദേശം 38 വർഷം രോഗിയായി കിടക്കുന്ന, കുളക്കരയിൽ രോഗിയായി കിടക്കുന്ന വ്യക്തിയുടെ മേൽ ദൈവം അത്ഭുതം ചെയ്തു. 12 സംവത്സരം രോഗിയായി കിടക്കുന്ന ആ വ്യക്തിയുടെ മേൽ ദൈവം അത്ഭുതം ചെയ്തു. 18 സംവത്സരം രോഗിയായിരുന്ന കൂനിയായ സഹോദരിയുടെ മേൽ ദൈവം പ്രൈസ് ദി ലോർഡ് അത്ഭുതം ചെയ്തതുപോലെ ഇങ്ങനെ പാരമ്പര്യമായ രോഗങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. ഞാൻ അത്ഭുതത്തിൽ വിശ്വസിക്കുന്ന യേശുവേ, ഈ മീറ്റിംഗിന്റെ മേൽ, ഈ ജനത്തിന്റെ മേൽ അങ്ങ് ഇറങ്ങണമേ. അത് ഈ മീറ്റിംഗിന്റെ മേൽ ഇപ്പോൾ തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ച് രോഗമുള്ള ഭാഗത്തൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോ. അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. യേശു അത് ചെയ്യും. ഹല്ലേലൂയ. ആ കടം നിന്നെ കൊല്ലുകയില്ല. കടക്കാർ നിന്റെ ഭവനത്തിലായിരിക്കും. ദൈവപ്രവൃത്തിയെ ഞാൻ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുകയാണ്. കർത്താവ് ജനത്തിന്റെ മേൽ ദൈവം അത് ചെയ്തിരിക്കയാൽ ദൈവത്തിന് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
എല്ലാ ദിവസവും പ്രൈസ് ദി ലോർഡ് രാത്രി 7 മണിക്ക് ഈ ചാനലിലൂടെ വിടുതൽ ശുശ്രൂഷകളുണ്ട്. ഞാൻ എല്ലാ ദിവസവും എന്ന് പറയുമ്പോൾ ചില ദിവസങ്ങൾ വിട്ടുപോകാറുണ്ട്, അത് തിരക്കുകളായ കാരണത്താലാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് തൊട്ട് മിക്ക ദിവസങ്ങൾക്കും നമ്മൾക്ക് മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. രാവിലെ നമ്മളുടെ വിടുതൽ ശുശ്രൂഷകൾ ലൈവായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും, അതുപോലെ തന്നെ പ്രൈസ് ദി ലോർഡ് രാവിലെ വചനമായിട്ട് നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും പ്രൈസ് ദി ലോർഡ് പോകുവാൻ വേണ്ടി ഒരു ലൈവായിട്ട് ഒരു മീറ്റിംഗ് പ്രൈസ് ദി ലോർഡ് ഈ ചാനലിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. 7 മണിക്ക് എന്നുള്ളത് 6 മണിക്കാണ് നമ്മൾ ടൈം കൊടുത്തിരിക്കുന്നത്. 6-നും 7-നും ഇടയ്ക്ക് ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആ മീറ്റിങ്ങുകൾ നിങ്ങൾ മറന്നു പോകാതെ തന്നെ കാണുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ഈ ശുശ്രൂഷകൾ ഒരു അനുഗ്രഹമാണെന്ന് എനിക്കറിയാം. ഈ ശുശ്രൂഷകൾ നിങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ ദയവ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ശുശ്രൂഷയുടെ ഒരു വലിയ ഭാഗം കൂടി നിങ്ങൾ ആയിത്തീരുകയാണ്. അനേകർക്ക് ആശ്വാസം കണ്ടെത്തക്ക രീതിയിൽ പ്രൈസ് ദി ലോർഡ് ആമേൻ നിങ്ങളും ഒരു ഭാഗമാകുവാൻ വേണ്ടി പോകുകയാണല്ലോ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ലൈക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിന്റെ പ്രൈസ് ദി ലോർഡ് മറ്റുള്ളവരിലേക്ക് അധികമായി ഇതൊക്കെ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് പ്രൈസ് ദി ലോർഡ് ദൈവം എന്നെ ഏൽപ്പിച്ച ആ ദൈവവചനം കേൾക്കുവാൻ നിങ്ങൾ റെഡിയാണോ? റെഡിയാണെങ്കിൽ ബൈബിൾ ഉള്ളവരൊക്കെ ഒന്ന് ബൈബിൾ എടുത്ത് കയ്യിൽ വെക്കാമോ? പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 26-ാം വാക്യമാണ് ഞാൻ വായിക്കുന്നത്. ഒന്നുകൂടി പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 26-ാം വാക്യം. പെട്ടെന്ന് ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ സംസാരിക്കുന്നത് ആ കരയുന്നവരോട് കരച്ചിൽ നിർത്തുവാൻ. പ്രൈസ് ദി ലോർഡ്. ആ വേദനയെ അനുഭവിക്കുന്നവരോട് എൻ്റെ യേശുവിന് നിന്റെ ജീവിതത്തിൽ ആന്തരികമാകുന്ന സൗഖ്യങ്ങൾ നൽകി തരാൻ പറ്റും. ആമേൻ. പലർ ആന്തരികമായി വൂണ്ടഡായ കാരണത്താൽ പ്രൈസ് ദി ലോർഡ് എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യത്തോടു കൂടിയൊക്കെ എന്നെ കാണുന്നവരുണ്ട്. അവരോടാണ് ഈ വേർഡ് സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ നമുക്ക് പ്രാർത്ഥനയിൽ നമ്മളുടെ മറുപടികൾ പ്രൈസ് ദി ലോർഡ് അക്ഷരികമായി കാണുവാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഇംഗ്ലീഷിൽ അതിനെ റെസ്ലിംഗ് പ്രയർ എന്നാണ് പറയുന്നത്. ആമേൻ. എങ്ങനെ നമ്മൾക്ക് അങ്ങനെ കാണുവാൻ വേണ്ടി പറ്റും? ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 26-ാം വാക്യം. ഉഷസ്സുദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ, ആ വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കണം, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നീ ദൈവത്തോടും മനുഷ്യനോടും മല്ലു പിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രയേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് ദൂതൻ പറഞ്ഞു. ആമേൻ. നമുക്കറിയാം ബൈബിളിൽ പല പ്രാർത്ഥനകളുണ്ട്. ആമേൻ. പല പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥനയാണ് പ്രൈസ് ദി ലോർഡ് റെസ്ലിംഗ് പ്രയർ, അല്ലെങ്കിൽ മൽപിടുത്തത്തോടുകൂടിയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. എല്ലാ പ്രാർത്ഥനകൾക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് മറുപടി ഉണ്ടാകണമെന്നില്ല. എന്നാൽ ആവശ്യബോധത്തോടുകൂടി ആര് ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് ലക്ഷ്യബോധത്തോടുകൂടി പ്രാർത്ഥിച്ചു തുടങ്ങുമോ അവന്റെ ജീവിതത്തിന്മേൽ ദൈവത്തിന് മറുപടി തരാതിരിക്കുവാൻ പറ്റുകയില്ല. ആമേൻ. നമുക്കറിയാം യേശുവിന്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ യേശു ക്രിസ്തു പ്രൈസ് ദി ലോർഡ് ആമേൻ ഒരു സഹോദരൻ കടന്നുറങ്ങുന്നതും ഒരു വ്യക്തി വീടിന്റെ വാതിക്കൽ വന്ന് മുട്ടുന്നതുമായൊരു സ്റ്റോറി പറയുന്നുണ്ട്. അവൻ ആവശ്യബോധത്തോടു കൂടി മുട്ടുക കൊണ്ട് ആവശ്യബോധ്യം അറിഞ്ഞുകൊണ്ട് ഭവനത്തിന്റെ ഉള്ളിൽ കടക്കുന്നവൻ, അവൻ കടന്നുറങ്ങുകയല്ല ചെയ്യുന്നത്, അവൻ നിർത്താതെ മുട്ടുക കൊണ്ട് പുറത്ത് വന്ന് അവന്റെ കാര്യം സാധിച്ചു കൊടുക്കുമെന്നാണ് വേട് പറയുന്നത്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആവശ്യബോധമുണ്ടോ? അവൻ ഈ യാക്കോബിന്റെ ലേഖനത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. ആമേൻ. ഈ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം ഒക്കെ വായിച്ചു വരുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്
ഇരുമനസ്സുള്ളവൻ തൻ്റെ വഴിയിലെല്ലാം അസ്ഥിരനാകുന്നു. അവന് ദൈവത്തിന്റെ പക്കൽ നിന്ന് ഒരു മറുപടി പോലും പ്രതീക്ഷിക്കാൻ പറ്റുകയില്ലെന്നാണ് വേർഡ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് തൊട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവിശ്വബോധം ഉണ്ടായിരിക്കണം, ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്ഥിരതയോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. ആമേൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിട്ടുകൊടുക്കരുതെന്ന അർത്ഥം. ആമേൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയാലും ഇല്ലെങ്കിലും ദൈവത്തിന്റെ സന്നിധികൾ തന്നെ നിൽക്കണമെന്നാണ് അതിന്റെ അർത്ഥം. ഇന്ന് അങ്ങനെയെങ്കിൽ അങ്ങനെയൊക്കെ ആരെങ്കിലും പ്രാർത്ഥിച്ചു തുടങ്ങുവാൻ തുടങ്ങിയാൽ, ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളുടെ മേലും പ്രാർത്ഥനയുടെ ആത്മാവിനെ കൊണ്ട് ദൈവം നിറയ്ക്കട്ടെ. ആമേൻ. ഞാൻ വേറൊരു കാര്യം പറയാം. പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിനാണ്. അത് നിങ്ങളും ഞാനും ബിൽഡപ്പ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. അതോടൊപ്പം തന്നെ ഒരു വ്യക്തിയുടെ മേൽ ദൈവികമാകുന്ന ടച്ച് വന്നാൽ അവൻ പ്രാർത്ഥനയിൽ മുന്നേറുവാനിടയായിത്തീരും. ഞാൻ പറയുന്നത് കേവലം നിങ്ങളുടെ കാര്യം നടക്കാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവഹൃദയത്തെ തൊട്ടുകൊണ്ടുള്ള പ്രാർത്ഥനകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആമേൻ. ഇവിടെ പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ നോക്കുക, ഈ ഭാഗം വായിച്ചു വരുമ്പോൾ യാക്കോബ് പറയുന്നത്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഈ സമയത്ത് എനിക്ക് യാക്കോബിനോടുള്ള ചോദ്യം, യാക്കോബ് നീ അനുഗ്രഹിക്കപ്പെട്ടവനല്ലേ? അവന്റെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, കുതിരകളുണ്ട്, കഴുതകളുണ്ട്, ആടുണ്ട്. പ്രൈസ് ദി ലോർഡ്. വലിയ സമൂഹത്തോടു കൂടെയാണ് ലാബാന്റെ ഭവനത്തിൽ നിന്ന് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അത്രയധികം ബഹുസമ്പന്നനായിരുന്നു. എന്നിട്ട് ഇവൻ ഈ യാബോക്ക് കടവിന്റെ അടുക്കൽ കടന്നു വരുമ്പോൾ ഇവന്റെ സമ്പത്ത്, മാനുഷികമായി ഉണ്ടാക്കിയ അനുഗ്രഹങ്ങളെല്ലാം ഇവൻ അപ്പടക്കടത്തി നിർത്തി. എന്നിട്ട് ഇവൻ ഇപ്പുറം നിൽക്കുകയാണ്. എന്നിട്ട് ദൈവത്തോട് പറയുകയാണ്, നീ എന്നെ അനുഗ്രഹിക്കണം. യാക്കോബ്, എനിക്ക് നിന്നോടുള്ള ചോദ്യം, നീ അനുഗ്രഹിക്കപ്പെട്ടവനല്ലേ? യാക്കോബ് നമ്മളോട് പറയും, ശ്രദ്ധിച്ച കേൾക്കണം, യാക്കോബ് നമ്മളോട് പറയും, അനുഗ്രഹം എന്ന് പറയുന്നത് സമ്പത്തല്ല. അനുഗ്രഹം എന്ന് പറയുന്നത് നിനക്ക് കാർ ഉണ്ടാകുന്നതല്ല, നിനക്ക് വീടുണ്ടാകുന്നതല്ല, നിനക്ക് ഒരുപാട് മക്കൾ ഉണ്ടാകുന്നത്. ഇതൊക്കെ ഒരു ബൈ പ്രോഡക്റ്റ് എന്ന് പറയാം. അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾക്ക് പറയാം. അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്താൽ തൊടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അതെ, ഈ ദൈവത്താൽ തൊടപ്പെടുന്ന അവസ്ഥ, അല്ലെങ്കിൽ ദൈവം നിന്നെ തൊടുന്ന അവസ്ഥയിൽ കൂടി നീ കടന്നു പോയി കഴിഞ്ഞാൽ എവിടെ നീ പോയി കഴിഞ്ഞാലും കൃതാർത്ഥനാകും. പെട്ടെന്ന് എനിക്ക് നിങ്ങളോട് ഒരു വാക്യം ഒന്ന് എടുത്ത് വായിക്കാൻ ഒരു പ്രേരണ. നമുക്കത് പെട്ടെന്ന് പ്രൈസ് ദി ലോർഡ്, സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വരാം. സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായം. ഇത് ചിലരുടെ ജീവിതത്തിന്റെ മേൽ അങ്ങനെ തന്നെ നിറവേറും. നിങ്ങൾ പ്രാർത്ഥിക്കണേ, ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അക്ഷരികമായി നിങ്ങൾ നിറവേറുന്നത് നിങ്ങൾക്ക് കാണുവാൻ പറ്റും. ഞാനൊന്ന് പെട്ടെന്ന് എടുക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. 1-ാം അധ്യായം, ബൈബിൾ ഉള്ളവരൊക്കെ ഒന്ന് എടുക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം അതിന്റെ പ്രൈസ് ദി ലോർഡ് 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ കാണുന്ന ഇപ്രകാരമാണ്. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അടുത്ത പദം, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും, അർത്ഥാൽ ദൈവമായിട്ട് കണക്ഷനുള്ളൊരു വ്യക്തി. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് ദൈവം ചിലരെ കൊണ്ടുവരുവാൻ വേണ്ടി പോകുകയാണ്. പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. ദൈവമായിട്ട് ഉള്ള ബന്ധത്തിലേക്ക്. നിങ്ങൾക്കറിയാമോ, ഏറ്റവും ഭൂമിയിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണെന്ന് അറിയാമോ? ദൈവമായിട്ടുള്ള കണക്ഷനിൽ നിങ്ങൾ കഴിയുന്നതാണ്. അങ്ങനെ കണക്ഷനിൽ നിങ്ങൾ കഴിഞ്ഞാൽ ഏതു വിഷയത്തിന്റെ നടുവിൽ നിനക്ക് പതരാതെ നിൽക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നത് തക്ക കാലത്ത് ഫലം കായ്ക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഈ കമന്റ് ഇട്ടാട്ടെ, ഞാൻ തക്ക കാലത്ത് ഫലം കായ്ക്കും, തക്ക കാലത്ത് ഫലം കായ്ക്കും. അത് നിങ്ങളുടെ ജീവിതത്തിന് മേൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കട്ടെ. നിങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. അടുത്തത്, ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ആമേൻ. അടുത്ത പദം, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും.
ഇതെങ്ങനെയാ സംഭവിക്കുന്ന അറിയാമോ? ഒരു വ്യക്തി ദൈവത്താൽ തൊടപ്പെടുന്ന അനുഭവത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ, ദൈവമായിട്ടുള്ള റൈറ്റ് പ്ലേസിൽ ഒരു വ്യക്തി നിന്നു കഴിഞ്ഞാൽ അവനിലൂടെ അത് സംഭവിക്കും. ഞാനിത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഞാൻ സൂം മീറ്റിംഗ് ലൈവായി സൂക്ഷിക്കുന്നുണ്ട്. ആ സൂം മീറ്റിംഗ് നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നു പോയി കഴിഞ്ഞാൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും 2 മിനിറ്റിൽ താഴെയുള്ള ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ ഒരു വോയിസ് നോട്ടായിട്ട് കൈമാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൂം മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള സമയം കൂടി ആയിരിക്കും. ഞാൻ പറഞ്ഞുവല്ലോ, യാക്കോബ് എന്ന് പറയുന്ന വ്യക്തി ഉള്ള അനുഗ്രഹമൊക്കെ അപ്പുറം കടത്തിയിട്ട് ഇപ്പുറം നിന്നിട്ട് പറഞ്ഞു, എന്നെ അനുഗ്രഹിക്കണം. മൽപ്പിടുത്തത്തോടെയുള്ള പ്രാർത്ഥനയാണ്. അവൻ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ, until you touch me, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോകുകയില്ല. ഇതായിരുന്നു അവന്റെ കണ്ടീഷൻ. അവൻ ദൈവിക പർപ്പസിലേക്ക് കയറി നിന്നപ്പോൾ, ദൈവഹിതത്തിലേക്ക് കയറി നിന്നപ്പോൾ ദൈവത്തിന് അവിടെ തൊടാതിരിക്കാൻ പറ്റുകയില്ല. കാരണം ഇവൻ കേവലം സമ്പത്തല്ല ചോദിച്ചത്. പലരുടെയും കുഴപ്പം അതാണ്. അവർക്ക് സമ്പത്ത് വേണം, രോഗസൗഖ്യം വേണം, ഇതൊക്കെ ദൈവത്തിന് നൽകി തരാൻ പറ്റും. എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരിയായി എനിക്ക് ദൈവത്തെ വേണം. ഉദാഹരണം ഞാൻ വേണമെങ്കിൽ പറയാം. ശത്രുക്ക് മേശക വേദനകോ അവർ പറയുന്ന പദം എന്താണെന്ന് അറിയാമോ? ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്ന് വിടുവിക്കാൻ പറ്റും. കമാൺ. അങ്ങനെ വിടുവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അങ്ങനെ സൗഖ്യമാക്കാൻ പറ്റുകയില്ലെങ്കിലും ദൈവത്തിന് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ ചെന്ന് തലകുനിക്കുകയില്ല. ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബിംബത്തെ നമസ്കരിക്കുകയില്ല. ഞങ്ങൾ ദൈവമുഖത്തേക്ക് നോക്കും. ദൈവത്തിന് അവിടെ ഇറങ്ങി വരാതിരിക്കാൻ കഴിയില്ല. അവൻ ആ 3 ബാലന്മാർ തീയിൽ ഇറങ്ങുന്നതിന് മുമ്പ് ദൈവം ഇറങ്ങി. ഇന്ന് നിന്നോടുള്ള ദൂത്, നീ ആ വിഷയത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് എന്റെ ദൈവം നിനക്ക് വേണ്ടി അവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. സഹോദര, സഹോദരി, ഓ റാവ ലംചൽ പ്രബാല ഘടകസി, ആമേൻ. യേശുവിന്റെ നാമത്തിൽ ആ ദൈവം നിനക്ക് വേണ്ടി അവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നീ ഒറ്റയ്ക്കല്ല തീച്ചുളയും. പ്രൈസ് ദി ലോർഡ്. ആ വിദേശത്ത് നിന്ന്, ഈ സ്വദേശത്ത് നിന്ന് എന്നെ കാണുന്നവരോടുള്ള, നിങ്ങളോടുള്ള ദൂത്, നീ ഒറ്റയ്ക്കല്ല വിഷയത്തിൻ്റെ. എന്റെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. വിശ്വസിക്കുന്നത് ആമേൻ പറഞ്ഞുകൊണ്ട് സ്വീകരിച്ചാണ്. യേശുവിന്റെ നാമത്തിൽ ആ പർവ്വത സമാനമാകുന്ന വിഷയത്തിന്റെ നടുവിൽ ദൈവകരം ചിലർക്ക് വേണ്ടി ചലിക്കുകയാണ്. ദൈവത്തിന്റെ മനുഷ്യൻ, ഞാൻ ശബ്ദമേറിയ ദൈവിക സാന്നിധ്യം എന്റെ പ്രാർത്ഥനാ റൂമിൽ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന റൂമിന്റെ മേൽ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന് മേൽ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ്. ആ വിഷയത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും. ദൈവമുഖത്തേക്ക് തന്നെ നോക്കുക, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. പത്രോസും കൂട്ടരും പത്രോസിനെ കൊണ്ടുവന്ന് ജയിലിൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞപ്പോ പത്രോസ് എന്താ ചെയ്തത്? പത്രോസ് അവിടെ റിലാക്സ് ചെയ്തു, കടന്നുറങ്ങിയെന്നാണ് വചനം പറയുന്നത്. എന്നാൽ ശബശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചു. ശബശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ എന്ന് വെച്ചാൽ സഭ വിട്ടുകൊടുക്കാതെ പ്രാർത്ഥിച്ചു, മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു. അവരൊരു റെസ്ലിംഗ് പ്രയറിലേക്ക്, ആ മൂഡിലേക്ക് അവർ കയറി. ദൈവം തന്റെ ദൂതന്മാരെ അയച്ചു. നിന്റെ വിഷയത്തിന്റെ മേൽ വിട്ടുകൊടുക്കാതെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്റെ ദൂതന്മാരെ നിനക്ക് വേണ്ടി അയക്കും. ചിലരോടുള്ള പ്രവചന ശബ്ദമാണ്, അത് സംഭവിക്കുകയാണ്. മക്കളുടെ ജീവിതത്തിന്റെ മേലെ സംഭവിക്കുകയാണ്. സംഭവിക്കുകയാണ്. നിങ്ങളോടുള്ള ദൂതാണങ്ങൾ നിങ്ങൾ സ്വീകരിച്ചു. അതിനെ അത്ഭുതങ്ങൾ നിങ്ങൾ ഇന്ന് തൊട്ട് കാണാൻ വേണ്ടി പോകുകയാണ്. എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ പാലക്കാട് നിങ്ങൾ ശുശ്രൂഷിക്കുന്നുണ്ട്. നമ്മുടെ വിടുതൽ ശുശ്രൂഷകൾ നടക്കുന്നത് പാലക്കാടാണ്. പാലക്കാട് ജോബീസ് മോളിന്റെ 4ാമത്തെ നിലയിൽ, JB റോഡിന്റെ അടുത്തുള്ള ജോബീസ് മോൾ, അതിന്റെ 4ാം നിലയിൽ സിൽവർ ഹാളിൽ വെച്ചിട്ടാണ് നമ്മുടെ ശുശ്രൂഷകൾ നടക്കുന്നത്. ആ ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. രാവിലെ 10:30 തൊട്ട് 1:30 വരെയാണ്. വലിയ ദൈവിക വിടുതലുകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി സീസണിൽ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ ഒരു കാര്യം മറക്കരുത്, മടുത്തു പോകരുത്. പ്രാർത്ഥനയിൽ കയറിക്കോളാം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് പ്രാർത്ഥനയിൽ നിൽക്കണം, എനിക്ക് ദൈവമായിട്ടുള്ള ബന്ധത്തോടു കൂടി നിൽക്കണം. ആമേൻ. ഈ ശുശ്രൂഷകൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ശുശ്രൂഷകൾ നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ ആമേൻ, ചുരുങ്ങിയത് ഒരു 10 പേർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. അനേകരുടെ ജീവിതത്തിന് അവൻ ഒരു വിടുതലിന് കാരണമായി തീരട്ടെ. ശിവന്റെ നാമത്തിൽ സംഭവിക്കുകയാണ്. ശിവന്റെ നാമത്തിൽ സംഭവിക്കുകയാണ്. ആമേൻ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കണം, എനിക്ക് പ്രാർത്ഥനയിൽ മുന്നേറണം, എന്റെ ജീവിതത്തിന് വലിയൊരു വിടുതൽ വേണം. അങ്ങനെയുള്ളവർ മാത്രം പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്ന പ്രാർത്ഥനയിൽ ഈ ജനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ.
സംഭവിക്കും. നിന്റെ ജീവിതത്തിന്റെ മേൽ നീ കാണാത്ത ദൈവപ്രവൃത്തി നീ കാണും. ആ ഞെരുക്കത്തിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കും. ആ കഷ്ടതയിൽ നിന്ന് ചിലർ ദൈവം വിടുവിക്കും. ആമേൻ. ആ ശരീരത്തിന്മേലുള്ള മുഴകൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. അത്ഭുതത്തെ ഞാൻ കൽപ്പിക്കുകയാണ്. ചിലർ സാക്ഷ്യം പറയും, ഫിനാൻസിന്റെ മേൽ വലിയ വിജയങ്ങൾ ദൈവം ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടുന്നതായിരിക്കും. നമുക്ക് നാളെ രാവിലെ ലൈവ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആ ലൈവിൽ കാണാം. നാളെ വൈകുന്നേരം നമുക്ക് കൂടുതൽ ശുശ്രൂഷകളുണ്ട്. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഗോഡ് ബ്ലെസ്.